നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പല മൃഗങ്ങളെപ്പറ്റിയും പക്ഷികളെപ്പറ്റിയും പരാമർശമുണ്ട്. ഇന്ന് അതിൽ ഒരു ജീവിയായ സിംഹത്തെപ്പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം. ശാന്തമായി നടക്കുന്നത് നാലുണ്ട്. മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ടുനായും കോലാട്ടുകൊറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ. ഇത് സദൃശവാക്യങ്ങൾ 30-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സിംഹത്തെപ്പറ്റിയുള്ള ഒരു വാചകമാണ്. ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ സസൂക്ഷ്മം അവലോകനം ചെയ്ത് തന്മയത്വമായി അവതരിപ്പിക്കുവാനുള്ള അനാദൃശ്യ കഴിവാണ് സദൃശവാക്യങ്ങളിലൂടെ ജ്ഞാനിയായ ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായ ശലോമോൻ രാജാവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ രാജാവ് എന്ന പദവിക്ക് സിംഹം അർഹത നേടിയിരിക്കുന്നത് അത് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായതുകൊണ്ടാണ്. സിംഹത്തെക്കുറിച്ച് 77 പരാമർശങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത്. സിംഹത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ഉൾക്കൊള്ളുവാൻ ഒത്തവണ്ണം ചക്രവർത്തിമാരും രാജാക്കന്മാരും സിംഹാസനങ്ങളിൽ ആസനസ്ഥരായി ഇരിക്കുന്നത്. ശലോമോൻ രാജാവ് ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ സിംഹാസനത്തിൽ തങ്കം പൊതിഞ്ഞു. അതിൻ്റെ ഇരുവശത്തും ഓരോ കൈത്താങ്ങലിനരികെ നിൽക്കുന്ന 2 സിംഹവും ഉണ്ടായിരുന്നു. 6 പതനത്തിൽ ഇപ്പുറത്തും 6 അപ്പുറത്തുമായി 12 സിംഹം നിന്നിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. 2 ദിനവൃത്താന്തത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊന്നുകൊണ്ടുള്ള ഈ നിർമ്മിതി എത്ര മനോഹരമായിരിക്കണം. ഭരണാധികാരികളുടെ മുദ്രകളിലും സിംഹരൂപം ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ മുദ്രയിലും സിംഹരൂപങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് വംശനാശം സംഭവിച്ചുവെങ്കിലും പഴയ നിയമകാലത്ത് പാലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും സിംഹം ഭീതി പരത്തി വിലസിയിരുന്നു. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹമെന്ന പോലെ അവൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വന്നു എന്ന് ഏദോമിനെ കുറിച്ച് ഇരമ്യാ പ്രവാചകൻ നടത്തിയ അരുളപ്പാട് ആ പ്രവചന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച സിംഹത്തെ താൻ കൊന്നുകളഞ്ഞു എന്ന് ഇടയനായിരുന്ന ദാവീദ് വെളിപ്പെടുത്തുന്നുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിലാണ് അത്. വഴിയാത്രയിൽ തനിക്കെതിരെ ചാടി വീണ സിംഹത്തെ ബലശാലിയായിരുന്ന ശിംശോൻ കീറിക്കളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീരനായിരുന്ന ബെനയാവും ഒരു സിംഹത്തെ കൊല്ലുകയുണ്ടായി. 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൽപ്പനയെ അനുസരിക്കാതിരുന്ന പ്രവാചകനെ അവൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം ആക്രമിച്ചു കൊന്നു. പക്ഷേ സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ കീറിക്കളയുകയോ ചെയ്തില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദാര്യാവേശ് രാജാവിൻ്റെ കൽപ്പനയെ ലംഘിച്ച് സത്യദൈവമായ യഹോവയെ മാത്രം ആരാധിച്ചതിനാൽ ദാനിയേൽ പ്രവാചകനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ പിറ്റേന്ന് ഗുഹയുടെ സമീപമെത്തിയ രാജാവിനോട് ദാനിയേൽ പറഞ്ഞു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറ്റവാളികളെ സിംഹങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന വിചിത്രമായ ശിക്ഷാരീതി അന്ന് പഴയ കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നു. ആരെയും നടുക്കുന്ന സിംഹഗർജനവും പലയിടത്തും വിഷയീഭവിച്ചിട്ടുണ്ട്. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ 104-ാം സങ്കീർത്തനത്തിലാണ് ഇത് ദാവീദ് പറയുന്നത്. രാജാവിൻ്റെ ക്രോധം സിംഹം ഗർജിക്കുന്നതിന് തുല്യം. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായത്തിലാണ് ഇത് ശലോമോൻ രാജാവിൻ്റെ അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത്. അന്യായം ചെയ്യുന്നവൻ ദൈവകോപത്തിനിരയായി കഷ്ടത വന്ന് നശിക്കുമെന്നത് ഒരു സിംഹകുടുംബത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇയ്യോബിന്റെ സ്നേഹിതനായ എലീഫസ് വിവരിക്കുന്നത്. സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലായ്കയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രബലനായ സിംഹം പോലെയുള്ളവന്റെ കുടുംബം പോലും ഉന്മൂലനാശമായി പോകുമത്രേ. തന്ത്രശാലിയായ പിശാചിനെ പത്രോസ്ലീഹ ഉപമിച്ചിരിക്കുന്നത് സിംഹത്തോടാണ്. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വീഴ്ത്തേണ്ടുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു.
പത്രോസിന്റെ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. എന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് പത്രോസ് ലീഹായുടെ അഭിപ്രായം, ആഹ്വാനം. പഴമൊഴിയിലും കടങ്കഥയിലും സിംഹം കഥാപാത്രമാകുന്നുണ്ട്. ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലു. സഭാപ്രസംഗി 9-ാം അധ്യായത്തിലാണ് ജ്ഞാനിയായ ശലോമോൻ ഈ ഉദ്ധാരണം നടത്തിയിട്ടുള്ളത്. താൻ കൊലപ്പെടുത്തിയ സിംഹത്തിന്റെ അസ്ഥികൂടത്തിനുള്ളിൽ നിന്ന് പിന്നീട് തേനീച്ച കൂട്ടിയ കൂട്ടിൽ നിന്ന് തേൻ ലഭിച്ചതിനെപ്പറ്റി ശിംശോൻ മനോഹരമായൊരു കടങ്കഥയുണ്ടാക്കി തൻ്റെ തോഴന്മാരോട് ചോദിച്ചു. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് അതുള്ളത്. തേനിനേക്കാൾ മധുരമുള്ളത് എന്തും സിംഹത്തേക്കാൾ ബലമുള്ളതുമെന്ത്? ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ ഒരു കടങ്കഥയാണിത്. ഈ കടങ്കഥയുടെ ഉത്തരം യഹോവയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് ഏത് പ്രതികൂലതയും നേരിടാൻ കഴിയുമെന്നതിന് സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. സങ്കീർത്തനം 91-ൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമുക്ക് തന്നിരിക്കുന്ന സങ്കീർത്തനത്തിലെ ഒരു വാഗ്ദാനം കൂടിയാണ്. യേശുക്രിസ്തുവിനെ യഹൂദാ ഗോത്രത്തിലെ സിംഹമെന്ന് വെളിപാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഉപമിച്ചിരിക്കുന്നു. ദാനിയേൽ 7-ാം അധ്യായത്തിൽ കണ്ട ദർശനത്തിലും യോഹന്നാനുണ്ടായ വെളിപാടിലും വിചിത്രമായ ജന്തുക്കൾക്ക് സിംഹത്തിൻ്റെയും ചില സാദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ശീശായുടെ കുറ്റിയിൽ നിന്നും പൊട്ടുന്ന മുളയായി യേശുക്രിസ്തുവിനെ വിവക്ഷിക്കുന്ന പ്രവചനത്തിൽ ന്യായവും നീതിയും വിശ്വസ്തതയും പുലരുന്ന ഒരു ലോകത്തെ വിഭാവനം ചെയ്തിരിക്കുന്നു. അവിടെ പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. യെശയ്യാ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആടും സിംഹവും കരടിയും പശുക്കിടാവുമെല്ലാം അനുരഞ്ജനപ്പെടുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. സിംഹം ആട് സിംഹമോ ആകുന്നതല്ല, ആയിരിക്കുന്ന അവസ്ഥയിൽ നീതിയോടും ധർമ്മത്തോടും സഹവർത്തിത്വത്തിലായിരിക്കുക എന്നതാണ് പ്രധാനം. സ്നേഹവും സമാധാനവും നിലനിൽക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന സങ്കല്പത്തിൽ സിംഹവും കഥാപാത്രമാകുന്നു. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ, വിശുദ്ധ ബൈബിളിൽ സിംഹം എന്ന ജീവിയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.